ഹായ്, നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് എത്തിക്കുകയാണ്. ഇനിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരുവിധം ആൾക്കാർക്കൊക്കെ പാടുള്ളൊരു സൈഡാണ് ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് അറിഞ്ഞിരിക്കുക. അതിൽ തന്നെ ബേസിക് ഇലക്ട്രോണിക്സ് എന്നാണ് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവുക, വളരെ അകത്തോട്ട് കയറി പഠിക്കണ്ട എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ഫോക്കസ് ചെയ്ത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പകുതി കൂടുതൽ പേരും അല്ലെങ്കിൽ 90% പേരും വീഡിയോ മൊത്തം കാണുന്നില്ല, ക്വസ്റ്റ്യൻ മൊത്തം കേൾക്കുന്നില്ല. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഇരിക്കുമ്പോൾ ഓർമ്മ വരത്തുള്ളൂ. ഇരുന്ന് പഠിച്ചാൽ മാത്രമേ ഓർമ്മ വരത്തുള്ളൂ. ആദ്യത്തെ പോർഷൻ കേട്ടിട്ട് ഇന്നലെ പകുതിക്ക് ശേഷമാണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെയും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നിങ്ങൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നതാണ്, ഒന്നല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട്. അപ്പോൾ വിട്ടിട്ട് ആദ്യത്തെ കുറച്ച് പോർഷൻ കണ്ടിട്ട് ഓക്കെ അല്ലെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻ കണ്ടു എന്ന് പറഞ്ഞ് അപ്പുറത്തോട്ട് പോകുമ്പോൾ ആലോചിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഫ്രണ്ട് ആദ്യം മാത്രമല്ല പറയുക, നടുക്കും അവസാനം ഒക്കെ പറയുമെന്ന് ആലോചിച്ച് വെച്ചേക്കുക. പിന്നെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു ക്വസ്റ്റ്യൻ മോഡലിൽ പറയാമോ. ഒരു ക്വസ്റ്റ്യൻ തന്നെ അല്ലെങ്കിൽ ഒരു പോയിന്റ് തന്നെ പല 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 മെത്തേഡിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞ് പോകാതെ, അപ്പോൾ ആ കണ്ടന്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇത് പറയുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള ഞാൻ പറഞ്ഞു തരാം. പിന്നെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു ബ്ലാക്ക് ബോർഡ് മാറ്റിയിട്ട് വേറെ വല്ല സെറ്റപ്പ് നോക്കാൻ പറ്റുമോ, ഒരു നോട്ട് അറിയാൻ പറ്റുന്നില്ല. സ്വാഭാവികം, എനിക്ക് മനസ്സിലാവും, ഞാൻ എഴുതിയെന്ന് അറിയാൻ പറ്റത്തില്ല, പാടായിരിക്കും വായിച്ചെടുക്കാൻ എന്നുള്ളത്. കേൾക്കുക, കേട്ടിട്ട് എഴുതിയെടുക്കുക. ഇപ്പം ഇത് സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ തൽക്കാലം ഇതേ രക്ഷയുള്ളൂ. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇങ്ങനെ തന്നെ പോവാം, എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് മാറുമെന്ന് വിചാരിക്കാം. ഓക്കെ, ആദ്യം ചോദിച്ചിട്ടുണ്ട് SCR. കൂടുതലും ചോദിക്കുന്ന SCRന്റെ ഫുൾ ഫോം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. SCR എന്ത് ഡിവൈസ് ആണ് എന്നും ചോദിക്കാറുണ്ട്. ഓക്കെ, SCRന്റെ ഫുൾ ഫോം എന്തെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. SCR എന്ത് ടൈപ്പ് ഡിവൈസ് ആണ്, SCR എന്ത് ടൈപ്പ് ഡിവൈസ് ആണ് എന്നും ചോദിക്കാറുണ്ട്. നിങ്ങളും പഠിച്ചിട്ടുള്ളതാണ്, നിമി മോക്ക് ടെസ്റ്റിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. SCR എന്ന് വെച്ചാൽ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. എന്താണ്? സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ആണ് എന്ത് SCR എന്ന് പറയുന്നത്. ഇതൊരു യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണ്. എന്ത് ഡയറക്ഷണൽ ഡിവൈസ് എന്നുള്ള രീതിക്കാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇങ്ങനെ അവരോട് ഇതൊരു യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണ് എന്ന് ആലോചിച്ച് വെച്ചേക്കുക. റെക്ടിഫയർ എന്ന് പറയുന്നത് എന്ത് സാധനമാണ്? അടുത്ത് ചോദിക്കാൻ എന്താണ് റെക്ടിഫയർ? റെക്ടിഫയർ എന്താണ്? റെക്ടിഫയർ എന്താണ്? AC-യിൽ നിന്നും DC വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു എന്താ പറയാ ഇൻസ്ട്രുമെന്റിനെ നമുക്ക് എന്തെന്ന് പറയാം, അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിനെ നമുക്ക് എന്തെന്ന് പറയാം? റെക്ടിഫയർ എന്ന് പറയാം. ഓക്കെ, റെക്ടിഫയർ എന്ന് പറയാം. ഇനി ആലോചിക്കുക, ഈ AC-യിൽ നിന്ന് DC ആക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് റെക്ടിഫിക്കേഷൻ എന്നാണ്. എന്താണ്? റെക്ടിഫിക്കേഷൻ എന്നാണെന്നും ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇനി ഡയോഡുകൾ പഠിച്ചു കാണും. ഓക്കെ, ഡയോഡുകൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ഡയോഡാണ് PN ജംഗ്ഷൻ ഡയോഡ്. PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ PN ജംഗ്ഷൻ ഡയോഡ് അല്ലെങ്കിൽ ഡയോഡിനെ എടുക്കുമ്പോൾ ഡയോഡ് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് ഫോർവേഡ് ബയാസും ഒന്ന് റിവേഴ്സ് ബയാസും. അതായത് ഒന്ന് ഒരാളെ ഈ സൈഡിലോട്ട് കടത്തി വിടുക, ഒന്ന് അങ്ങോട്ട് വിടാതിരിക്കുക. ആ ഒരു ലെവലിലാണ് ഫോർവേഡ് ബയാസ്, ബാക്ക്വേഡ് ബയാസ് അല്ലെങ്കിൽ റിവേഴ്സ് ബയാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസ് എന്നൊക്കെ പറയുന്നത് ആലോചിച്ച് വെച്ചേക്കുക. PN ജംഗ്ഷൻ ഡയോഡ് എപ്പോഴും ഫോർവേഡ് ബയാസ് മാത്രമേ ചെയ്യുള്ളൂ. PN ജംഗ്ഷൻ ഡയോഡ് എന്ത് ടൈപ്പ് പ്രക്രിയയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഫോർവേഡ് ബയാസിംഗ് ആണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇനി ബാരിയർ പ്രൊട്ടക്ഷൻ വോൾട്ടേജ്. ബാരിയർ പ്രൊട്ടക്ഷൻ വോൾട്ടേജ് ആരുടെയാണ്? PN ജംഗ്ഷൻ ഡയോഡിന്റെ. PN ജംഗ്ഷൻ ഡയോഡ് പറയുമ്പോൾ അതിലൂടെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് PN ജംഗ്ഷൻ ഡയോഡിന്റെ ബാരിയർ പ്രൊട്ടക്ഷൻ വോൾട്ടേജ് എത്രയാണ്? അത് 0.7 വോൾട്ട് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, 0.7 വോൾട്ട് ആണ്. ഓക്കെ, ഇനി LED ഇല്ലേ, LED നേരത്തെ നമ്മൾ പറഞ്ഞാണ് ഈ ഫോർവേഡ് ബയാസ് എന്ന്. ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞില്ലേ, LED പ്രകാശിക്കുന്നത് ഏത് ബയാസിംഗിലാണെന്ന് ചോദിക്കും. ഫോർവേഡ് ബയാസിംഗ് അല്ലെങ്കിൽ റിവേഴ്സ് ബയാസിംഗ് അല്ലെങ്കിൽ ബാക്ക്വേഡ് ബയാസിംഗ് എന്നൊക്കെ പറഞ്ഞേക്കും. എന്താണ്? ഫോർവേഡ് ബയാസിംഗിൽ മാത്രമാണ് LED പ്രകാശിക്കുക. LED പ്രകാശിക്കുന്നത് ഫോർവേഡ് ബയാസിംഗിൽ മാത്രമാണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. LED പറയുമ്പോൾ എന്ത് പറയാം? LED-യുടെ ഫുൾ ഫോം എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട്. ഇവിടെ ആദ്യം പറയുന്നത് സോളാർ സെൽ. സോളാർ സെൽ എന്ത് എനർജി ആക്കുന്നു? ഇലക്ട്രിക്കൽ എനർജി ആണ് ആക്കി എടുക്കുന്നത്. എന്ത് എനർജി? സോളാർ സെൽ എവിടാ വെക്കുന്നത്? നമ്മളെ റൂഫിന്റെ ഒക്കെ ടോപ്പിലല്ലേ, അവിടെ നിന്ന് എന്താ കിട്ടുന്നത്? ലൈറ്റ് അല്ലേ കിട്ടുന്നത്. ലൈറ്റ് എനർജിയാണ് എന്ത് എനർജി ആക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നത്. ആദ്യം ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജി ആക്കിയതിന് ശേഷം പിന്നെയാണ് എന്താക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നത്. ആലോചിച്ച് വെച്ചേക്കുക. നിങ്ങൾ ഇവിടെ പറഞ്ഞാൽ മതി ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജനറേറ്റർ എന്താണ് ചെയ്യുന്നത്? ഏത് എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നു? ജനറേറ്റർ ഏത് എനർജിയെ കൺവേർട്ട് ചെയ്യുന്നത്?
മെക്കാനിക്കൽ എനർജിയെ എന്ത് എനർജിയാക്കി? ഇലക്ട്രിക്കൽ എനർജി ആക്കി തരുന്നു. ഒന്ന് ആലോചിക്കുക, മെക്കാനിക്കൽ എനർജി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ജനറേറ്ററിനെ പിടിച്ച്, സാധാരണ ജനറേറ്റർ എടുത്ത് ആലോചിച്ചാൽ മതി. ജനറേറ്ററിനെ കറക്കി മെക്കാനിക്കൽ എനർജി കൊണ്ടുവന്നതിന് ശേഷം അതിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്തായിട്ട് കിട്ടുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കിട്ടുന്നു എന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഇനി അടുത്തതാണ് മോട്ടർ. മോട്ടർ എന്ത് എനർജി ആകുന്നു? ഏത് എനർജി ആക്കുന്നു മോട്ടർ? തിരിച്ചാണ്, ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആകുന്നു. ഒന്ന് ആലോചിക്കുക, നമ്മൾ സ്വിച്ച് ഇടുമ്പോഴല്ലേ മോട്ടർ അവിടെ കറങ്ങി തുടങ്ങുന്നത്? സ്വിച്ച് ഇടുന്നു, മോട്ടർ കറങ്ങുന്നു, വെള്ളം മേളിലോട്ട് വലിക്കുന്നു. അത് തന്നെ ആലോചിച്ചാൽ മതി. വെള്ളം മേളിലോട്ട് വലിക്കാനായിട്ട് ഇമ്പല്ലറിൽ കറക്കി ഇങ്ങനെ അടിച്ച് മേളിലോട്ട് കയറ്റുക ചെയ്യുന്നത്, അത് മെക്കാനിക്കൽ എനർജിയാണ്. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടർ ഓൺ ആക്കുക, മോട്ടറിന്റെ സ്റ്റാർട്ടർ ഓൺ ആക്കുക എന്നുള്ള പരിപാടിയാണ് നമ്മളവിടെ ചെയ്യുന്നത്. അത് എന്ത് എനർജിയാണ്? ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആരാണ്? മോട്ടറാണ്. ഈ 3 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, ഈ സോളാർ സെല്ലിന്റെ എനർജി കൺവേർഷൻ എന്താണ്? ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആകുന്നു. അല്ലെങ്കിൽ ജനറേറ്ററിന്റെ എന്താ പറയാ, എനർജി കൺവേർഷൻ എങ്ങനെയാണ്? എന്താണ്? മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു. ഇനി മോട്ടറിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്ത് എനർജിയാണ് ആക്കുന്നത് എന്ന് ചോദിക്കും. അത് ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കുന്നു. ഇത് ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മോസ്റ്റ് ഹെവിലി ഡോപ്ഡ് മീഡിയം ഇൻ എ ട്രാൻസിസ്റ്റർ. ഓക്കെ, അതായത് മോസ്റ്റ് ഹെവിലി ഡ്രോപ്ഡ് മീഡിയം എന്ന് വെച്ചാൽ ഇമ്പ്യൂരിറ്റീസ് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്ന മീഡിയം ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അറിഞ്ഞിരിക്കണം, ഈ പറയുന്ന ട്രാൻസിസ്റ്ററിന് പ്രധാനമായിട്ടും 3 ആൾക്കാരാണുള്ളത്, അല്ലെങ്കിൽ 3 പോയിന്റ്സ് ആണുള്ളത്. ഒന്ന് ബേസ്, അടുത്തത് എമിറ്റർ, അടുത്തത് കളക്ടർ. ബേസ്, എമിറ്റർ, കളക്ടർ, അങ്ങനെ പറയുന്ന 3 ആൾക്കാരാണ് ഉള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പ്യൂരിറ്റീസ്, കാർബൺ മുതലായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലം ഏതാണെന്നാണ് മോസ്റ്റ് ഹെവിലി ഡോപ്ഡ് മീഡിയം ഇൻ എ ട്രാൻസിസ്റ്റർ. വിച്ച് ഈസ് ദ മോസ്റ്റ് ഹെവിലി ഡോപ്ഡ് മീഡിയം ഇൻ എ ട്രാൻസിസ്റ്റർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ആൻസർ എമിറ്റർ ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ബേസ്, എമിറ്റർ, കളക്ടർ. അതിൽ എപ്പോഴും എടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ആൾ എമിറ്റർ തന്നെയാണ്. എമിറ്റർ കൂടുതൽ പരീക്ഷയിൽ കണ്ടുവരുന്നതാണ്. അല്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോണിക്സിന്റെ പറയാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പറയാൻ ശ്രമിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇതൊരു ആദ്യത്തെ സെക്ഷൻ മാത്രമാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റായിട്ട് നമ്മൾ ഈ സീരീസ് തീർന്നതിന് ശേഷം അടുത്ത സെറ്റായിട്ട് എൻ്റെ റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ കൊണ്ടുവരാനായിട്ട് നോക്കും. കേൾക്കുക, കാണാൻ പറ്റുന്നില്ലെങ്കിലും കേൾക്കുക, എഴുതിയെടുക്കുക, പഠിക്കുക, റിപ്പീറ്റ് ചെയ്യുക, റിവൈസ് ചെയ്യുക. നിങ്ങൾ ഏത് ടോപ്പിക് ഇരുന്ന് പഠിച്ചാലും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നല്ല എവിടെ നിന്നൊക്കെ കിട്ടുന്നു അതെല്ലാം എഴുതിയെടുത്ത് പഠിക്കുക. ഇതിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു സെറ്റിലോട്ട്, ഈ 500 ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തൊരു സെക്ഷനിലോട്ട് പോകുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സും അവിടുന്ന് പിന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും എന്നുള്ള സെറ്റപ്പിലോട്ട് നമ്മൾ പോകുന്നുണ്ടെന്ന് ആലോചിക്കുക. ഓക്കെ, നമ്മൾ അടുത്ത പോയിന്റിലോട്ട് പോവുകയാണ്. ഇവിടെ നോക്കുക, ഇവിടെ NPN ഉം PNP എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ ട്രാൻസിസ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ബൈപോളാർ ട്രാൻസിസ്റ്ററിന്റെ 2 വേരിയേഷൻസ് ആണ് NPN ഉം PNP. 2 ടൈപ്പാണ് NPN ഉം PNP. ഈ NPN എന്ന് വെച്ചാൽ ഈ N എന്ന് വെച്ചാൽ നെഗറ്റീവ് ആണ്, P പോസിറ്റീവ്, അടുത്ത N നെഗറ്റീവ്. അത് ഇവിടെ അതേപോലെ തന്നെ പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്. ഇലക്ട്രോണിക്സ് ആണ്, ചിലപ്പോൾ ബോറിംഗ് ആയിട്ടൊക്കെ തോന്നാം, എങ്കിലും കേട്ടിരുന്നേ പറ്റും. മാർക്ക് നമുക്കാണ് അത്യാവശ്യം, ജോലി നമുക്കാണ് അത്യാവശ്യം. പോസ്റ്റിന്റെ മണ്ടയിൽ ഇരിക്കുന്ന കഷ്ടപ്പാടെല്ലാം ആലോചിക്കാനുള്ളത് നമ്മൾ ജോലി കിട്ടിയതിന് ശേഷമുള്ള സന്തോഷവും അവിടുന്ന് കിട്ടുന്ന ലീവുകളും കാര്യങ്ങളും നമുക്ക് ഉള്ള ആനുകൂല്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആലോചിക്കണം. ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറയാൻ നമ്മൾ പലരും ഇരിക്കുന്നതെന്ന് ആലോചിക്കുക. ഓക്കെ, NPN, PNP ട്രാൻസിസ്റ്റേഴ്സ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ബൈപോളാർ ട്രാൻസിസ്റ്റേഴ്സിന്റെ 2 സെപ്പറേഷൻ ആണ് എന്ത്? NPN ഉം PNP എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതാ നോക്കോ, ഇലക്ട്രോൺസ്, ഹോൾസ്. ഈ NPN അകത്തും PNPക്ക് അകത്ത് എന്താ പറയാ, ഈ ഇലക്ട്രോൺസിനെ ഹോൾസിനെയൊക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കാം. ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ ഇലക്ട്രോൺ. ഹോൾസ് എന്ന് വെച്ചാൽ ശൂന്യം, ഒന്നുമില്ല. ഇതിനെ ഇലക്ട്രോൺസ് എന്നിങ്ങനെ, അല്ലെങ്കിൽ ഒരു മൈനസ് മാർക്കിട്ട് ഇങ്ങനെ ഇലക്ട്രോൺ എന്ന് കാണിക്കുവാണെങ്കിൽ ഇവിടെ ഒന്നും ഇല്ലാത്ത ഒഴിഞ്ഞ അവസ്ഥയെ നമ്മൾ ഹോൾസ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസും ഹോൾസും നിങ്ങളുടെ ചോദിക്കാൻ പോകുന്ന മിക്കവാറും നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. NPN ട്രാൻസിസ്റ്ററുകളിൽ മെജോറിറ്റി ഉള്ള സംഭവം ഇലക്ട്രോൺസ് ആണോ ഹോൾസ് ആണോ എന്നുള്ളതാണ്. ഇനി ഇലക്ട്രോൺസും ഹോൾസും ഒക്കെ ഓപ്ഷനിൽ കാണും. പക്കയായിട്ട് പഠിച്ചോനെ അവിടെ എഴുതാൻ പറ്റുള്ളൂ. NPN-ൽ കൂടുതൽ ഉള്ളത് ഇലക്ട്രോൺസ് ആണ്. അപ്പം PNP-യിൽ ഏതായിരിക്കും? ഹോൾസ് ആയിരിക്കും കൂടുതലുള്ളതെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, ആലോചിച്ച് വെച്ചേക്കുക. ഇനി ഈ യൂണി ഡയറക്ഷണൽ ഡിവൈസിനെ എഴുതി വെച്ചേക്കണം SCR-നെയാണ്. എന്താണ്? സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ആണ്. ഇതൊരു യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണ്. ഇതിൻ്റെ അകത്ത് 3 പോയിന്റ് ആണുള്ളത്. 3 പോയിന്റ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ആനോഡ്, കാഥോഡ്, പിന്നെ ഗേറ്റ്. ആനോഡ്, കാഥോഡ്, ഗേറ്റ് എന്നിങ്ങനെ 3 പോയിന്റുകളോടെ കാണപ്പെടുന്നു എന്ന് ആലോചിച്ച് വെച്ചേക്കാം.
ഓക്കെ, അടുത്ത അറിഞ്ഞിരിക്കുക UJT, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. UJT എന്താണെന്ന് ഫുൾ ഫോം ആയിട്ട് എടുത്ത് ചോദിക്കാം. UJT യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, എന്തിന് ഉപയോഗിക്കുന്നു? ഒരു സർക്യൂട്ട്, ഇലക്ട്രോണിക് സർക്യൂട്ടിൽ UJT എന്തിനു ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ ട്രിഗർ ചെയ്യാൻ ആരെ? SCR-നെ ട്രിഗർ ചെയ്യാൻ. ഫോർ ട്രിഗറിംഗ് SCR, ടു ട്രിഗർ SCR എന്നായിരിക്കും അവിടെ ഓപ്ഷൻ ആയിട്ട് കാണാൻ ചാൻസ് ഉള്ളത്. നമ്മൾ പറഞ്ഞായിരുന്നു റെക്ടിഫയർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? റെക്ടിഫയർ AC-യെ DC ആക്കാനാണ്. ആ പ്രോസസ്സിന്റെ പേരാണ് റെക്ടിഫിക്കേഷൻ. ഓക്കെ, റിപ്പിൾ ഫാക്ടർ. റിപ്പിൾ ഫാക്ടർ എന്തിനാണെന്ന് എഴുതിയിടാനാണ് ഞാൻ നേരത്തെ പോയത്. എന്തിനാണ് റിപ്പിൾ ഫാക്ടർ? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് RMS ഓഫ് AC ടു ആവറേജ് DC എന്നാണ് നമ്മൾ പറയുന്നത്. വേറെ ഒന്നുമില്ല, AC-യിൽ നിന്ന് DC എത്രത്തോളം പ്യുവർ ആയിരിക്കും എന്ന് അളക്കാനുള്ള ഒരു മാനദണ്ഡമാണ് ഈ എന്തെന്ന് പറയുന്നത്, റിപ്പിൾ എന്ന് പറയുന്നത്. റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് ആലോചിച്ച് വെച്ചേക്കുക. റിപ്പിൾ ഫാക്ടർ എന്താണെന്നൊക്കെ അങ്ങനെ എടുത്ത് ചോദിക്കാറില്ല, പക്ഷെ ചോദിക്കാറുണ്ട്. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ എത്രയാണ് എന്നെടുത്ത് ചോദിക്കാറുണ്ട്. നോക്കാം. അതിനു മുമ്പായിട്ട് റെക്ടിഫയർ എത്ര എണ്ണം ഉണ്ട്? ഹാഫ് വേവ് ഉണ്ട്, ഫുൾ വേവ് ഉണ്ട്. ഫുൾ വേവ് റെക്ടിഫയർ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് തിരിക്കുന്നു. ഏതൊക്കെയാണ്? സെന്റർ ടാപ്ഡ് റെക്ടിഫയർ എന്നും ബ്രിഡ്ജ് റെക്ടിഫയർ എന്നും. ഇവിടെ ഒരു 3 ചോദ്യം പറയട്ടെ. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഡയോഡുകളുടെ എണ്ണം എത്ര? 1. ഫുൾ വേവ് റെക്ടിഫയർ ആയിട്ടുള്ള സെന്റർ ടാപ്പ് റെക്ടിഫയറിന്റെ ഡയോഡുകളുടെ എണ്ണം എത്ര? 2. അങ്ങനെയാണെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഡയോഡുകളുടെ എണ്ണം എത്ര? 4. ഇത്രയും കാര്യങ്ങൾ പക്കയായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി നോക്കൂ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ 1.21 ആണ്. ഇതാ എഴുതിയിട്ടേക്കുന്നു. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ 1.21 ആണെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയറിന്റെ എത്രയാണ്? 0.48 ആണ്. 0.48 ആണെന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ 1.21 ആണ്. ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ 0.48 ആണ്. അതുപോലെ ആലോചിച്ച് വെച്ചോ. നമ്മൾ ഇതേപോലെ കഴിഞ്ഞ് പോയതിനു ശേഷം സർക്യൂട്ടുകൾ വെച്ചുള്ള കണക്കുകളുണ്ട്. ഏതൊക്കെയാ? നമ്മൾ റെസിസ്റ്റർ വെച്ചിട്ടുള്ളത്, RLC സർക്യൂട്ട് വെച്ചിട്ടുള്ളത്, പിന്നെ എന്താ പറയുക, RLC സർക്യൂട്ട്, റെസിസ്റ്റർ, നമ്മളെ ലാമ്പ് ലോഡുകൾ വെച്ചിട്ടുള്ളത്. അതൊക്കെ ഇങ്ങനെ തന്നെ പാരലായിട്ട് കണക്ട് ചെയ്തും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തും സീരീസ് പാരലൽ കോമ്പിനേഷൻ ആയിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ അത് കാണുക ഇത് കാണുക എന്ന് പറഞ്ഞ് ചോദിക്കും. അതും നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ, അതായത് ഈ 500 ക്വസ്റ്റ്യൻസ് എൻഡ് ആവുന്ന സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കുന്ന മൊത്തം കണക്കായിരിക്കും. അത് റാങ്ക് വേണമെന്നുള്ളവർ മാത്രമേ അത് കാണാവുള്ളൂ. അത് കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ കണക്കുകൾ വാല്യൂ മാറ്റിയിട്ടായിരിക്കും ഈ സർക്യൂട്ടുകൾ തന്നെ എടുത്ത് തന്നിട്ട് മിക്കവാറും ഒക്കെ ചോദിക്കാറ്. സോ അതൊക്കെ റാങ്ക് മേക്കിംഗ് ആണെന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹാഫ് വേവ് റെക്ടിഫയറിന്റെയും ഫുൾ വേവ് റെക്ടിഫയറിന്റെയും റിപ്പിൾ ഫാക്ടറാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ മാക്സിമം എഫിഷ്യൻസി എത്രയാണ്? അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഹാഫ് വേവ് റെക്ടിഫയർ എന്താണ്, ഫുൾ വേവ് റെക്ടിഫയർ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്ത് പോകാനുള്ളതാണ് നമുക്ക്. എങ്കിലും ജസ്റ്റ് എന്താണ് ഈ ഹാഫ് വേവ് റെക്ടിഫയർ, എന്താണ് ഈ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതാണ് AC-യുടെ ഗ്രാഫ് എന്ന് വെക്കുക. ഇതാണ് DC-യുടെ ഗ്രാഫ്. ഓക്കെ, ഇത് DC, ഇത് AC നോക്കി. ഇത് പോസിറ്റീവ് സൈക്കിള്, ഇത് നെഗറ്റീവ് സൈക്കിള്. ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. ഇത് 0 ആണ്, ഇത് 90 ആണ്, ഇത് 180 ആണ്, ഇത് 270 ആണ്, ഇത് 360 ആണ്. ഈ 0 മുതൽ 360 വരെയാണ് ഒരു ഫുൾ സൈക്കിൾ എന്ന് നമ്മൾ നേരത്തെ ഫ്രീക്വൻസി പറഞ്ഞപ്പോൾ പഠിച്ചായിരുന്നു. ഓക്കെ, അറിഞ്ഞിരിക്കുക. ഈ AC-യെ നമുക്ക് എന്ത് ചെയ്യണം? DC ആകണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും എന്താ പറയാ വെച്ച് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കാം. അപ്പൊ ഇതിൽ ആദ്യം അവർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. ഹാഫ് വേവ് റെക്ടിഫയർ ആയാലും ഫുൾ വേവ് റെക്ടിഫയർ ആയാലും മാക്സിമം നോക്കുന്നത് ഈ നെഗറ്റീവ് സൈക്കിളിനെ കളയാൻ വേണ്ടിയിട്ടാണ്. ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഈ നെഗറ്റീവ് സൈക്കിളിനെ അങ്ങ് കട്ട് ചെയ്യും, ഇങ്ങനെ പോകും. ഓക്കെ, ഇനി ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഈ താഴെ നിൽക്കുന്നതിനെ ഇവിടെ അടിച്ചങ്ങ് മണ്ടേ കയറ്റും. ഈ താഴോട്ട് വന്ന പോയിന്റ് ഉണ്ടല്ലോ, ഈ താഴോട്ട് വന്ന പോയിന്റ് ഇങ്ങനെ വരും, ഇങ്ങനെ പോകും. ഓക്കെ, ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമ്മൾ കപ്പാസിറ്റർ കൂട്ടുന്നതിനനുസരിച്ച്, നമ്മുടെ കപ്പാസിറ്ററിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഈ വളവുകൾ ഫിൽറ്റർ ചെയ്ത് വരും. അതുകൊണ്ടാണ് കപ്പാസിറ്റർ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഫിൽറ്റർ സർക്യൂട്ട് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പണ്ട് നിമി മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി. കപ്പാസിറ്റർ
ഒരു റെക്ടിഫയറിൽ എന്തിനു യൂസ് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എ സിയിൽ നിന്ന് ഡി സി ആയിട്ട് തിരിക്കുമ്പോഴത്തേക്ക് അവിടുന്ന് പ്യുവർ ഡി സി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്, കപ്പാസിറ്ററിനെ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ മാക്സിമം എഫിഷ്യൻസി എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രയാണ്? 40.6%. അങ്ങനെയാണെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയറിന്റെ 80.2%. ആലോചിച്ച് വെച്ചേക്കുക. ഇതെന്താണ്? എഫിഷ്യൻസി ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഫിൽറ്റർ സർക്യൂട്ട് എന്തിനാണ്? എ സിയിലെ റിപ്പിളിനെ എന്ത് ചെയ്യാനാണ്? ഡി സിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. എ സിയുടെ ഘടകങ്ങളെല്ലാം ഡി സിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. കപ്പാസിറ്റർ ആണ് ഇവിടെ ഫിൽറ്റർ ചെയ്യുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കുക. കപ്പാസിറ്റർ ആണ് ഇവിടെ ഫിൽറ്റർ ചെയ്യുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, എസ് എം ബി എസിന്റെ പ്രത്യേകത അല്ലെങ്കിൽ എസ് എം ബി എസ് എങ്ങനെയാ വർക്ക് ചെയ്യൂ? ചെറിയ ഫ്രീക്വൻസിയിലാണോ, ലോ ഫ്രീക്വൻസിയിലാണോ, മീഡിയം ഫ്രീക്വൻസിയിലാണോ, ഹൈ ഫ്രീക്വൻസിയിലാണോ, സീറോ ഫ്രീക്വൻസിയിലാണോ എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു കളയും. എന്ത് പറയാം? ഹൈ ഫ്രീക്വൻസിയിലാണ് എസ് എം ബി എസ് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ വർക്ക് ചെയ്യുന്നത്. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ വർക്ക് ചെയ്യുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇനി കോമൺ ആയിട്ടുള്ള സെമി കണ്ടക്ടറിന്റെ ചോദ്യം ഈ താഴെ തന്നിരിക്കുന്നതിൽ സെമി കണ്ടക്ടർ ഏതാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങൾ തന്നിട്ട് ചോദിക്കും. അത് സിലിക്കൺ ആയിരിക്കും കൂടുതലായിട്ടും ആൻസർ ആയിട്ട് കാണുന്നത്. സിലിക്കൺ ആണ് കൂടുതലായിട്ടും ആൻസർ ആയിട്ട് കാണുന്നത്. ഇനി ഈ സിലിക്കണിന് പിന്നെ വേറെ ഏതൊക്കെയുണ്ട്? സിലിക്കൺ, ജെർമേനിയം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത്. നമ്മുടെ സോളാർ പാനൽ ഉപയോഗിക്കുന്നത് ഏത് സെമി കണ്ടക്ടർ ആണെന്ന് വെച്ചാലും സിലിക്കൺ പറയണം, ഇന്ത്യം അത് ഇത് എന്നൊക്കെ പറയും തന്നേക്കും. ഇന്ത്യത്തെ നമുക്ക് ഇന്ത്യയുടെ സാദൃശ്യം ഉണ്ടല്ലോ എന്നും പറഞ്ഞ് പണ്ട് ഇന്ത്യത്തെ കുത്തിയൊരു സ്റ്റുഡന്റ് എനിക്കുണ്ടായിരുന്നു. സോ എന്താ പറയാ, സിലിക്കൺ എന്നേ പറയാവുള്ളൂ. സിലിക്കൺ സെമി കണ്ടക്ടറാണ് അവിടെ യൂസ് ചെയ്യുന്നതെന്ന് ആലോചിക്കുക. ഇനി ഈ പറയുന്ന സിലിക്കണിന്റെയും ലാസ്റ്റ് പോയിന്റാണ് എഴുതുന്നത്, സിലിക്കണിന്റെയും ജെർമേനിയത്തിന്റെയും ഇലക്ട്രോൺ ഗ്യാപ്പ് എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. സിലിക്കണിന്റെ 1.1 EV ആണ്. 1.1 EV. ഇത് മസ്റ്റ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ടഫ് ആകാനാണെങ്കിൽ ഇവർക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സിലിക്കണിന്റെ എന്താ പറയാ ഇലക്ട്രോൺ ഗ്യാപ്പ് എത്രയാണെന്ന് ചോദിച്ചാൽ 1.1 EV ആണെന്ന് പറയാം. അതേപോലെ ജെർമേനിയത്തിന്റെ 0.7 EV ആണ്. 0.7 EV ആണെന്നും ആലോചിച്ച് വെച്ചേക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ സാധനം ഇമ്പോർട്ടന്റ് ആണെന്ന് ആലോചിക്കുക. ഇനി ഇത് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ പറയാം? കൂടെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്ത് പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ SCR ആയില്ലേ, സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ, SCR സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് സാദൃശ്യമുള്ള വേറൊരു സാധനം പഠിച്ചിട്ടുണ്ട്, ACSR. എന്താണ് ACSR? നമ്മൾ ഓവർ ഹെഡ് ലൈനിൽ ഉപയോഗിക്കുന്ന എന്താ പറയാ കമ്പി ഏതാണ് എന്ന് ചോദിച്ചാൽ ACSR ആണ്. എന്താണ്? അലൂമിനിയം കണ്ടക്ടർ. കേൾക്കണം നീ ഇവിടെ, അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്. അപ്പോൾ ഓക്കെ, നിങ്ങൾ അവിടെ നിന്ന് പറയുന്ന മനസ്സിൽ പറയണം. ഇനി കേൾക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്. സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്. അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ACSRന്റെ ഫുൾ ഫോം എന്താണ്? ഓവർ ഹെഡ് ലൈനിൽ എന്താ പറയാ കമ്പിയായിട്ട് ഉപയോഗിക്കുന്ന ലൈൻ ഏതാണ്? ACSR ആണ്. ഓക്കെ, അലൂമിനിയം എന്തുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണ്? അലൂമിനിയം ആണ്. ആലോചിച്ച് വെച്ചേക്കുക. അതൊക്കെ കൊണ്ടാണ് നമുക്ക് ചീപ്പായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് അവനെ യൂസ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റിയുള്ള ലോഹം വെള്ളിയാണ്. വെള്ളിയാണോ എന്നാരെങ്കിലും കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളി തന്നെയാണ് കേട്ടോ. വെള്ളിയാണ് ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ള മൂലകമെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു മൂലകത്തിന് എക്സാമ്പിൾ കാർബൺ ആണ്. അവിടെ ഇരുന്ന് ആലോചിക്കരുത്, അറിഞ്ഞിരിക്കണം പക്കയായിട്ട്. ഇത് കാണുമ്പോഴേ ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് കുറവുള്ളതെന്ന് കാർബൺ ഓപ്ഷൻ ഉണ്ടെങ്കിൽ കാർബൺ സെമി കണ്ടക്ടർ തന്നെയാണ്. സെമി കണ്ടക്ടേഴ്സിനാണ് ആ ഒരു പ്രോപ്പർട്ടി വരുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കണം. ടെമ്പറേച്ചർ കൂടുന്തോറും എന്ത് ചെയ്യുന്നു? റെസിസ്റ്റൻസ് കുറയുന്ന പ്രോപ്പർട്ടിയാണ് എന്താ പറയുക ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആലോചിക്കുക. കുറച്ച് പോയിന്റൂടെ നോക്കിക്കൊള്ളുക. നമ്മുടെ കപ്പാസിറ്റർ ഫിൽറ്റർ ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. മോസ്റ്റ് കോമൺ ആയിട്ട് ഫിൽറ്റർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കപ്പാസിറ്ററിനെയാണ്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്ററിനെ മാത്രമേ ഉപയോഗിക്കൂ എന്ന് ചോദിച്ചാൽ അല്ല, ഇൻഡക്ടറിനെയും ഫിൽറ്റർ ആയിട്ട് ഉപയോഗിക്കും. ഇൻഡക്ടർ ഫിൽറ്റർ യൂസ് ചെയ്യുന്ന ഹൈ ലോഡ് കറണ്ടുകൾക്കാണ് ഇൻഡക്ടർ ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. ഇനി എടുത്ത് ചോദിക്കുകയായിരിക്കും ലാമ്പ് ലോഡുകൾക്ക്
ഏത് ഫിൽറ്ററാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ കപ്പാസിറ്ററാണ്. കപ്പാസിറ്റർ ഫിൽറ്ററാണ് ലാമ്പ് ലോഡുകൾക്ക് ഉപയോഗിക്കുന്നത് അറിഞ്ഞിരിക്കുക. IC-യുടെ ഫുൾ ഫോം എന്താണ്? ഇന്റഗ്രേറ്റഡ് ചിപ്പ് എന്നാണ്. ഇന്റഗ്രേറ്റഡ് ചിപ്പ് എന്നാണ് IC-യുടെ ഫുൾ ഫോം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട IC-കളിൽ ഒന്നാണ് 555 IC. ഈ 555 IC 555 IC അല്ലെങ്കിൽ 555 IC എന്തിനു ഉപയോഗിക്കുന്നു? 555 IC എന്ന് എടുത്ത് തന്നെയാണ് പറയുന്നത്. 555 IC കാട്ടി അങ്ങനെയാണ് നമ്മൾ എടുത്ത് പറഞ്ഞ് പഠിക്കുന്നത്. 555 IC ഉപയോഗിക്കുന്നത് എന്തിനാണ്? ടൈമിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ എന്തിനാണ്? പൾസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓസിലേഷന് വേണ്ടിയിട്ട്. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ ഓപ്ഷനിൽ വരാം, അല്ലെങ്കിൽ ഈ 3 തന്നിട്ട് ഇതിൽ എന്താ പറയുക ഏതെങ്കിലുമൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ തരാം. ആലോചിക്കുക, ടൈമിങ്ങിനും പൾസ് ജനറേഷനും ഓസിലേഷനും വേണ്ടിയിട്ടാണ് ആരും ഉപയോഗിക്കുന്നത് 555 IC ഉപയോഗിക്കുന്നത്. ഇതിൽ 2 ഒരുമിച്ചോ 2 മാറ്റിയും തിരിച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ തരാം. ഈ 3 പേര് ആലോചിച്ച് വെച്ചേക്കുക. പൾസ് ജനറേഷൻ, ടൈമിങ്, ഓസിലേഷൻ, ഈ 3 കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഇനി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ റെസിസ്റ്റർ ഉണ്ട്. റെസിസ്റ്ററിനെ എടുക്കുവാണെങ്കിൽ ആ റെസിസ്റ്ററിന് പ്രധാനമായിട്ടും 4 ബാൻഡുകളായിരിക്കും വരുന്നത്. 1, 2, 3, 4. നിങ്ങൾക്കൊരു വാല്യൂ തന്നിട്ട് ഇത് എത്ര ഓമിന്റെ റെസിസ്റ്റർ ആണ് എന്ന് ചോദിക്കുവാണെങ്കിൽ അറിഞ്ഞിരിക്കുക, ഇവനെ 4ാമത്തെ ബാൻഡ് 3 കളറേ വരുള്ളൂ. ഒന്നുകിൽ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ. 3ാമതൊരു കളറല്ല, നോ കളർ. ഓക്കെ, ഇങ്ങനെ വരുള്ളൂ. ഇനി നിങ്ങൾക്ക് അറിയായിരിക്കും BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ഞാൻ ആദ്യത്തേനെ എക്സ് എന്ന് എടുക്കുന്നു. ചുമ്മാ ആദ്യത്തെ വാല്യൂവിനെ എക്സ് എന്ന് എടുക്കുന്നു. നമുക്ക് കാൽക്കുലേഷൻ വേറൊരു ക്ലാസ്സിൽ അതിന്റെ മാത്രമായിട്ട് ഷോർട്സ് ആയിട്ട് പറയാം. അപ്പൊ ഇതൊന്ന് ആലോചിക്കുക. എക്സ് എന്ന് പറയുന്ന ആദ്യത്തെ ബാൻഡ് എടുക്കുന്നു. ഓക്കെ, ഇതിന്റെ വാല്യൂ ആയിട്ടാണ് പറയുന്നത്. ഇതിന്റെ വാല്യൂ വൈയും ഇതിന്റെ വാല്യൂ ഇസഡും ആണെങ്കിൽ എങ്ങനെ എഴുതണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ വാല്യൂ എടുത്തങ്ങ് എഴുതും. 2ാമത്തെ വാല്യൂ ഈ ആദ്യത്തെ വാല്യൂടെ ചേർത്ത് എഴുതും. ഓക്കെ, 3ാമത്തെ വാല്യൂവിനെ 10ന്റെ പവർ ആയിട്ട് എഴുതും. ഓക്കെ, ഇനി ഇവിടെ ഗോൾഡ്, സിൽവർ, നോ കളറാണ്. അതിന്റെ വാല്യൂവിനെ പ്ലസ് ഓർ മൈനസ് കഴിഞ്ഞിട്ട് എഴുതും. ഗോൾഡ് ആണെങ്കിൽ 5% എന്നാണ് എഴുതാറുള്ളത്. സിൽവർ ആണെങ്കിൽ 10%, നോ കളർ ആണെങ്കിൽ 20%. ഓക്കെ, ഇവിടെ ഗോൾഡ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ 5%. ഇത്രയുമാണ് ഇതിന്റെ ഈ റെസിസ്റ്ററിന്റെ വാല്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇത് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് കണക്ക് ചെയ്യേണ്ടിയൊക്കെ വരും. അത് നമുക്കൊരു ഷോർട്സ് ആയിട്ട് പിന്നെ അങ്ങോട്ട് പഠിക്കാം. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഇനി ഈ ഗോൾഡ്, സിൽവർ, നോ കളറൊക്കെ വന്നില്ലേ, എന്തിനാണ് ഇവനെ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ കിട്ടിയ വാല്യൂവിൽ നിന്ന്, ഇപ്പുറത്തെ ഗോൾഡ് ആണെങ്കിൽ ഈ വാല്യൂവിൽ നിന്ന് 5% കൂടാം അല്ലെങ്കിൽ 5% കുറയാം. ഓക്കെ, ഈ വാല്യൂവിൽ നിന്ന് 5% കൂടാം, 5% കുറയാം. അതായത് ഇപ്പം 100 എന്നാണ് നമുക്ക് കിട്ടിയ റെസിസ്റ്റൻസ് എങ്കിൽ, 100 ഓം ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ, ഗോൾഡ് ആണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 100ന്റെ 5% കൂടാം അല്ലെങ്കിൽ 5% കുറയാം. ഓക്കെ, സിൽവർ ആണ് വന്നിരിക്കുന്നതെങ്കിൽ 100ന്റെ 10% കൂടാം അല്ലെങ്കിൽ 10% കുറയാം. കിട്ടിയ വാല്യൂവിൽ നിന്ന് 10% കൂടുതലോ 10% കുറവോ വരാം. അവിടെ കളറൊന്നുമില്ല, നോ കളർ ആണെങ്കിൽ ലോക്കൽ സാധനമാണ്. 20% വാല്യൂ കൂടുതലോ കുറവോ ആയിരിക്കാം. അപ്പൊ ഇത് കറക്റ്റ് 100 ഓം ആണെന്ന് പറഞ്ഞാൽ നമ്മൾ 100 ഓം വേണ്ട സ്ഥലത്ത് കൊണ്ട് കുത്തി കൊടുത്താൽ ഈ അവസാനത്തെ നോ കളർ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ അടിച്ചു പോകാൻ വല്ല ചാൻസ് ഉണ്ടെന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രോണിക്സിന് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് ഫാക്ടറുകളും നോക്കാനുണ്ട്, ഗേറ്റുകൾ നോക്കാനുണ്ട്. നമ്മൾ അതൊക്കെ നോക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം.